കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു, ശ്രുതി വിമലയെ കാണാനായിട്ട് മീര താമസിക്കുന്ന വീട്ടിലേക്ക് വരുവാണ്. അവിടെ വന്ന് അങ്ങനെ കുറെ സമയം സംസാരിച്ചതിന് ശേഷം ആദിക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് വാരി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് വിമല പറയുന്നത്, അല്ല മോളെ, എത്ര കാലം എന്ന് വെച്ചാ നീ ആദ്യം നിന്റെ മോനല്ലെന്ന് വീട്ടുകാരോട് മറച്ചു വെച്ചോണ്ടിരിക്കുന്നേ. നിന്റെ കല്യാണം കഴിഞ്ഞാന്നും നിനക്കൊരു മോൻ ഉണ്ടെന്നുള്ള സത്യം ഇനിയെങ്കിലും നീ ശ്രുതിയോട് തുറന്നു പറയണമെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ശ്രുതി പറഞ്ഞു, അമ്മ ഇത് എന്തു ഭാവിച്ചാ? എന്റെ ജീവിതം കുട്ടിച്ചോറാക്കാനാണ് അമ്മയുടെ തീരുമാനം എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം മീര പറഞ്ഞു, അമ്മ പറഞ്ഞതിൽ എന്താടി തെറ്റ്? എത്ര നാളെന്ന് വെച്ചാ നീ ഇങ്ങനെ മറച്ചു വെക്കുന്നേ? ഒരു പക്ഷേല് എല്ലാം ഒരു ദിവസം അവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന എനിക്കറിയാവോ? എനിക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരിക്കുന്നതെന്ന് പറയാം. വിമല പെട്ടെന്ന് പറഞ്ഞു, ഞാൻ എത്ര പറഞ്ഞിട്ട് ഇവള് അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല മോളെ. മോളൊന്ന് പറഞ്ഞു നോക്ക്. ഒരു ദിവസം ഉള്ള കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു കഴിയുമ്പം പിന്നെ അവരെ എന്താ ചെയ്യുന്നതെന്ന് ഇവൾക്ക് പോലും ചിലപ്പോൾ ഊഹിക്കാൻ പോലും പറ്റില്ല. ശ്രുതി മിക്കാറും ഇവളെ ഉപേക്ഷിക്കുമെന്ന് പറയണം. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, അമ്മയുടെ മനസ്സിലിപ്പം എനിക്ക് മനസ്സിലായി. അതാണല്ലേ, എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു കാരണവശാലും ഞാൻ ഈ കാര്യം തുറന്നു പറയാൻ പോകുന്നില്ലെന്ന് പറയാം. പെട്ടെന്ന് വിമല പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനെ നീ എന്ത് ചെയ്യും? ഞാൻ ആദിനെ കൊണ്ടുപോകും. ആദിനെ നീ ആരെ എന്താന്ന് പറഞ്ഞാൽ കൂടെ കൊണ്ടുവന്നേ. ഈ സമയം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെ ഞാൻ എന്റെ മോനാന്നും പറഞ്ഞുകൊണ്ടോ. ഓഹോ, അപ്പൊ നിനക്ക് പറയേണ്ട വരത്തില്ലേ? അതാ ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ പറയേണ്ട സമയത്ത് പറയുന്ന പോലെ പറഞ്ഞോളാന്ന് പറയാം. പെട്ടെന്ന് വിമല പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ രേവതിയോട് സച്ചിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറ. അവര് നല്ലവരാ. രേവതിക്ക് സച്ചിക്ക് നിന്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാവും. അവര് നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാം. ഇത് കേട്ടതും കയ്യിരുന്ന പാത്രം തറയിലേക്ക് ഒറ്റയേറായിരുന്നു ശ്രുതി. പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോട് ഇമ്മാതിരി കാര്യം പറയില്ലെന്ന്. ഇത് കണ്ടതും പെട്ടെന്ന് ആദ്യം ഓടി വന്ന് വിമലയെ കെട്ടിപ്പിടിക്കുകയാണ്. മീര ചോദിച്ചു, നീ എന്ത് പരിപാടിയെ കാണിച്ചേ? ആദ്യം പേടിച്ചു പോയല്ലോ. ഇതെന്താ ശ്രുതി നിനക്ക് പറ്റിയെന്ന് ചോദിക്കാം. അമ്മ പറഞ്ഞു കേട്ടില്ലേ അവരോട് വിഷമങ്ങളൊക്കെ പറയാനായിട്ട്. അവര് കാരണം എനിക്കിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നേ. അവറ്റകൾ രണ്ടെണ്ണം വീട്ടില് എപ്പോഴും വഴക്ക എന്നോട്. ഞാൻ അതിൽ നിന്ന് എങ്ങനെ കരകയറുന്ന ഓർത്ത് ഇരിക്കുന്ന സമയത്താണ് അമ്മ അടുത്ത പ്രശ്നമായിട്ട് വരുന്നത്. അമ്മയുടെ മനസ്സിലൊരു വിചാരമുണ്ട്, അവര് നല്ലവരാ, ഞാൻ ഏതാണ്ട് വലിയ വഴക്കാളിയാന്നുള്ളൊരു ചിന്ത. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മയുടെ സ്വന്തം മോളാ ഞാൻ. എന്നോടില്ലാത്ത സ്നേഹം അടുപ്പൊന്നും അവരോട് കാണിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തേലും പറഞ്ഞ ഉടനെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു കൊടുക്കാന്നൊരു ചിന്തയൊക്കെ ആണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ പറയാം. ഇനി മേലാൽ അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചെന്നെന്നോ ഞാൻ അറിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും കാണത്തില്ലെന്ന് പറയാം. പെട്ടെന്ന് മീര പറഞ്ഞു, നീ നിന്റെ അമ്മയോടെ സംസാരിക്കുന്നേ? ആ ഒരു ബഹുമാനം പോലും ഇല്ലേ ശ്രുതി നിനക്കെന്ന് ചോദിക്കാം. പിന്നെ അമ്മയാണ് പോലും എന്റെ ജീവിതം ഒരു തവണ കുട്ടിച്ചോറാക്കിയതാ. അന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞ് എനിക്ക് ആ കല്യാണം വേണ്ടെന്ന്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ശ്രുതി, എത്രയാന്ന് പറഞ്ഞാലും നിന്റെ മോനെ ആദി, അവനെ വിട്ടിട്ട് നീ ഒരു കാരണവശാലും ഒന്നിനും കൂട്ടു നിൽക്കരുത്. നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ നീ കൂട്ടിക്കൊണ്ട് പോക്കണം. മനുഷ്യന്റെ കാര്യമില്ലേ, എപ്പോഴെന്താന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ട ശ്രുതി ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ്. വിമല സങ്കടത്തോടെ പറഞ്ഞു, മീരയോട് പറഞ്ഞു, കണ്ടില്ല അവളുടെ സ്വഭാവം. ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മീര ഒന്നും മിണ്ടിയില്ല. അകത്ത് പോയി ഡസ്പാനും ചൂലയൊക്കെ എടുത്തുകൊണ്ടെന്ന് അവിടെ പൊട്ടിച്ചെതറി കിടക്കുന്ന ആ പ്ലേറ്റിന്റെ അവശിഷ്ടങ്ങൾ അതെല്ലാം അടിച്ചു വാരി അങ്ങോട്ട് കൊണ്ടുപോവാണ്. പിന്നീട് കാണിക്കുന്ന വർഷേനയും കൊണ്ട് മധുസൂദനും മഹിമയും കൂടെ ചെറുക്കൻ വീട് കാണാൻ പോകാൻ തുടങ്ങുവാണ്. ഈ സമയം വർഷയ്ക്കൊന്നും അറിയത്തില്ല. കാരണം വർഷയോട് പറഞ്ഞിരിക്കുന്ന ഒരു ലഞ്ചുണ്ട്. അപ്പൊ ലഞ്ചിന് വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നതാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചെറുക്കൻ വീട് കാണാൻ പോവാ അല്ലെങ്കിൽ നിന്റെ കല്യാണം എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല. മധുസൂദന്റെ ഫ്രണ്ട്, അപ്പൊ ആ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഫ്രണ്ടിന്റെ മോനാണ്, ഉയർന്ന ഫാമിലിയാ. പക്ഷേങ്കില് വർഷ സമ്മതിക്കില്ലെന്ന് രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ മധുസൂദന് മഹിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ എവിടെ പോയി കിടക്കുക. മഹിമ ഒരുങ്ങി വന്നു. എത്ര മണിക്കൂറായിട്ട് നീ ഒരുങ്ങാൻ കയറിട്ട്? സമയം എത്രയായെന്നറിയാവോ? എന്റെ ഏട്ടാ, ഞാനൊന്ന് ഒരുങ്ങി വരണ്ടേ? അവിടെ ചെന്നിട്ടുണ്ടെങ്കിലോ എന്നെക്കുറിച്ച് എല്ലാവർക്കും നല്ലൊരു വിലയൊക്കെ വരണ്ടേ? ഒന്നും വല്ലേലും ഞാൻ വർഷയുടെ മമ്മിയല്ലേന്ന് ചോദിക്കാം. മതി മതി, എന്തിയാ അവളെന്തിയേ? അവള് റെഡിയാവുന്നുണ്ട്, ഇപ്പൊ തന്നെ ഇറങ്ങി വരുമെന്ന് പറയാം. അവൾക്ക് സംശയമൊന്നുമില്ലല്ലേ? സംശയമൊന്നുമില്ല, നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ട് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തോന്നിയിട്ടില്ലെന്ന് പറയാം. ഒരു കാരണവശാലും അവൾ അറിയാൻ പാടില്ല. അല്ല, അവിടെ ചെന്ന് കഴിയുമ്പോഴവൾ അറിഞ്ഞാലോ പ്രശ്നമാവത്തില്ലേ? നീക്ക് എന്റെ മഹിമേ, നിനക്ക് അവളെക്കുറിച്ച് അറിയത്തില്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ ഉറപ്പായിട്ടും എന്നെ നാണം കെടുത്താനൊന്നും പോകുന്നില്ല. ആ കാര്യത്തിൽ എനിക്ക് എന്നെ മോളെ വിശ്വാസം. വീട്ടിൽ വന്ന് അവൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും
വല്ല സ്ഥലങ്ങളിലൊക്കെ വെച്ച് അവൾ എന്നോട് അങ്ങനെയൊന്നും പെരുമാറത്തില്ല. ആ ധൈര്യമല്ലേ എനിക്കുള്ളേ. ഈ സമയത്ത് അങ്ങോട്ട് വർഷം ഒരുങ്ങി ഇറങ്ങി വരുന്നുണ്ട്. ജീൻസ് ഒരു ടോപ്പ് ഇട്ടിരിക്കുന്നത്. അവളുടെ വേഷം കണ്ട് പരസ്പരം നോക്കുവാണ് മധുസൂദനും മഹിമയും. ഇതെന്ത് വേഷം മോളെ? ഈ വേഷത്തിലാണ് നീ അങ്ങോട്ട് വരുന്നതെന്ന് മഹിമ ചോദിക്കുക. എന്താമേ, എന്റെ വേഷത്തിന് എന്താ കുഴപ്പം? ജീൻസും ടോപ്പും നല്ലതല്ലെന്ന് ചോദിക്കും. അല്ല അത് മോളെ, നമ്മള് ലഞ്ച് കഴിക്കാൻ പോകുന്നല്ലേ, ഒരു ബാമിലിയിലേക്ക് കയറി ചെല്ലുമ്പോ ഈ വേഷത്തിലേക്കാണ് വരുന്നത്. അതിനെന്തോ കുഴപ്പം? അമ്മേ, ഞാൻ ഈ വേഷത്തിൽ കംഫർട്ടാ, പിന്നെ എനിക്കെന്താ കുഴപ്പമിരിക്കുന്നേ? അവരെന്നെ പെണ്ണ് കാണാൻ പോകുന്നല്ലോ, പിന്നെന്താ, ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് പോകേണ്ടതാ. ഇത് കേട്ടതും മധുസൂദൻ പെട്ടെന്ന് തന്നെ വർഷയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം. നീ അവളോട് പറഞ്ഞില്ലായിരുന്നോ മഹിമേന്നിക്ക്? ഇല്ല, ഞാൻ പറയാൻ മറന്നു എന്ന് പറയണം. അതെ, ഇന്ന് അവിടെ ഒരു പൂജയുണ്ട് മോളെ. പൂജയുടെ സമയത്ത് നീ ഇങ്ങനെ വേഷങ്ങളൊക്കെ ധരിച്ചു വരാതെ ഒരു ട്രഡീഷണൽ വസ്ത്രം ധരിച്ചു വരുന്നല്ലേ നല്ലതെന്ന് ചോദിക്കാം. മഹിമ പറഞ്ഞു, ശരിയാ, ഞാനത് മോളോട് പറയാൻ മറന്നുപോയതാ. എന്നോട് ഇന്നലെ മധുവേട്ടൻ പറഞ്ഞായിരുന്നു പറയാം. എന്റെ അമ്മേ, ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഇനി ട്രഡീഷണൽ വസ്ത്രം ധരിക്കാൻ പോയാൽ എത്ര സമയം പിടിക്കും? പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെന്റ്സ് വേണം. അതിനൊന്നും എനിക്ക് പറ്റില്ല. ഇപ്പൊ ഇതിട്ടുകൊണ്ട് അങ്ങോട്ട് പോയാൽ മതി, അല്ല ഞാൻ വരുന്നില്ലെന്ന് പറയാം. മധുസൂദൻ പതുക്കെ വർഷയുടെ അടുത്ത് നിന്ന് വർഷനെ ഒന്ന് മയപ്പെടുത്താൻ ശ്രമിക്കണം. മോളെ, അച്ഛൻ പറയുന്ന അനുസരിക്കും. മോള് പൂജയുടെ സമയത്ത് ഇതുപോലത്തെ ജീൻസും ടോപ്പും ഇട്ടുകൊണ്ട് വന്ന് എങ്ങനെ നിൽക്കണേ? ഞങ്ങൾക്കല്ലേ നാണക്കേട്. മോള് പോയി ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും വേറെ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാൻ പറയണം. ദേഷ്യപ്പെട്ടാണ് വർഷ അകത്തേക്ക് കയറി പോവാ. ഈ സമയം മധുസൂദനൻ പറഞ്ഞു, പകുതി രക്ഷപ്പെട്ടു. മഹിമ പറഞ്ഞു, എന്നാൽ ഞാൻ ഒന്നുകൂടെ ഇച്ചിരി മേക്കപ്പ് ചെയ്തിട്ട് വരട്ടെ. ഇനിയും മേക്കപ്പ് ചെയ്യാനോ? ഒന്നുകൂടെ ടച്ചപ്പ് ചെയ്തിട്ട് വരട്ടെ. എന്നാലും നമ്മൾ അങ്ങോട്ട് പോകുന്നല്ലേന്ന് ചോദിക്കാം. നിന്റെ ഒരു കാര്യം, പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറയാം. അങ്ങനെ മഹിമ പോയി വീണ്ടും ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് വരുവാണ്. പിന്നീട് അവർ വർഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. കുറെ സമയം കഴിഞ്ഞപ്പോൾ വർഷ റെഡിയായിട്ട് താഴേക്ക് വന്നു. ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി, ഡ്രസ്സിങ് മാറ്റി, എന്നാൽ അടിപൊളി സാരിയൊക്കെ എടുത്ത ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് വരുവാണ്. അങ്ങനെ വർഷയുടെ ആ വരവ് കണ്ടതും മഹിമ പെട്ടെന്ന് മധുസൂദനെ തോണ്ടുക. നിങ്ങൾ നോക്കി, നമ്മൾ മോളിറങ്ങി വരുന്നത് നോക്കാൻ പറയാണ്. മധുസൂദൻ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പെട്ടെന്ന് മഹിമ അങ്ങ് ചെന്നിട്ട് മോളെ കെട്ടിപ്പിടിക്കണം. സുന്ദരിയായിട്ടുണ്ട്. ഇപ്പൊ എന്നെ മോളെ കണ്ട ആർക്കും ഒന്ന് ഇഷ്ടപ്പെടുമെന്ന് പറയണം. ഇപ്പൊ തന്നെ കെട്ടിക്കൊണ്ട് പോകുന്ന പറയാം. അല്ല അമ്മ എന്തേ പറയണേന്ന് ചോദിക്കാം. മധുസൂദന് മനസ്സിലായി ഇവള് പഠിക്കൊണ്ട് കല ഉടയ്ക്കുന്ന ലക്ഷണമാണെന്ന്. പെട്ടെന്ന് മധുസൂദൻ പറഞ്ഞു, അല്ല മോളെ ഇങ്ങനെ സാരി ഒന്നും അത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പം മോള് കല്യാണപ്രായമായല്ലോ, അപ്പൊ അത് വെച്ച് അമ്മ പറഞ്ഞാന്ന് പറയോ? ഓ അങ്ങനെ, ഞാൻ ആകെപ്പടങ്ങ് തെറ്റിദ്ധരിച്ചെന്ന് പറയാം. പിന്നീട് മധുസൂദൻ പറഞ്ഞല്ല, നമുക്ക് ഇറങ്ങിയാലും നിൽക്കാം. ഇറങ്ങാം. എന്താണെങ്കിലും മോളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെറുക്കന്റെ വീട്ടുകാർക്കും ഇഷ്ടപ്പെടും എന്ന് പറയണേ. ചെറുക്കന്റെ വീട്ടുകാർക്കാ? അതെന്താ പറഞ്ഞേ? മധുസൂദൻ പെട്ടെന്ന് പറഞ്ഞു, അല്ല നമ്മൾ ഫാമിലി ലഞ്ച് കഴിക്കാൻ പോകുന്നല്ലേ, അപ്പൊ അവർക്ക് മോളെ കണ്ട ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാ. കുറെ നാളുകൾക്ക് ശേഷം മോളെ കാണുന്നല്ലേ, ചെറുതിലെ മോള് കണ്ടേക്കുന്നല്ലേന്ന് ചോദിക്കും. ഓ അങ്ങനെ വർഷം മുമ്പോട്ടിറങ്ങി കഴിഞ്ഞപ്പോ മധുസൂദനും മഹിമയോട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് കുറെ സമയത്തേക്കെങ്കിലും നിന്റെ നാവൊന്ന് അടക്കി വെക്കണം. തുറക്കായിരുന്ന നല്ല ഉപകാരമായിരുന്നു. അല്ലെ വർഷം അവളുടെ പാട് നോക്കിപ്പോ. മനുഷ്യയാണ് ഇവിടെ നെഞ്ചിനകത്ത് നെരിപ്പോടുമായിട്ട് ഇവളെ കൊണ്ടൊന്ന് പോകുന്നേ. ഇവളെ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ അവിടെ നിന്ന് ചാടി ഓടി പോകത്തുള്ളൂ. അറിയാം. ഇനി ഞാനൊന്നും മിണ്ടുന്നില്ലെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന രാവിലെ രേവതി ശ്രീകാന്തിന് ദോശയൊക്കെ എടുത്ത് വെക്കുകയാണ്. ദോശ കഴിച്ച് കുറെ സമയം കഴിഞ്ഞപ്പം രേവതി ഒന്നുകൂടെ കഴിക്കാൻ പറയാണ്. വേണ്ട ഏട്ടത്തി, ഇത് മതിയെന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഏട്ടത്തി തരുന്നോണ്ടാ കഴിക്കുന്നത്. ഏട്ടത്തി ഉണ്ടാക്കുന്ന ദോശയ്ക്കും ചട്നിക്കും ഒക്കെ പ്രത്യേക ഒരു ടേസ്റ്റാന്ന് പറയാ. ഈ സമയത്ത് അങ്ങോട്ട് ചന്ദ്രമതി വന്നു. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അല്ല നീ ഇതങ്ങോട്ട് രാവിലെ ഫുഡൊക്കെ അടിച്ച്? അമ്മേ, എനിക്കിന്ന് റെസ്റ്റോറൻറ്റിൽ പോകണം. റെസ്റ്റോറൻറ്റിൽ പോകാനോ? ആഹാ, അത് കൊള്ളാലോ. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ഇന്ന് പോവല്ലെന്ന്. ഞാനിവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനമ്മേ? എടാ, ഇന്ന് പെണ്ണിന്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരുന്നുണ്ട് നിന്നെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫ്രണ്ടിന്റെ മോളും ഫ്രണ്ടും ഒക്കെയാ വരുന്നേ. അപ്പൊ നീ ഇവിടെ ഉണ്ടാവണമെന്ന് പറയാം. ഈ സമയമാണ് സച്ചി അങ്ങോട്ട് വരുന്നേ. സച്ചിനെ കണ്ടത് രേവതി പെട്ടെന്ന് പറഞ്ഞു, സച്ചിയുടെ ദോശ എടുക്കട്ടെ എന്ന് ചോദിക്കാം. എടുക്കാൻ പറയാ. അങ്ങനെ സച്ചി ദോശ കഴിക്കാനിരുന്നു. ആ സമയം രവീന്ദ്രനോട് രേവതി ചോദിച്ചു, അച്ഛൻ കഴിക്കണില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം മോളെ എന്ന് പറയാം. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ഞാൻ പറഞ്ഞ നീ കേട്ടില്ലെന്ന് ചോദിക്കണം. ശ്രീകാന്ത് പറഞ്ഞു, എനിക്കിപ്പം കല്യാണാലോചനയൊന്നും വേണ്ട, എനിക്കിപ്പോ പെണ്ണ് കാണുകയും വേണ്ട, ഞാനിപ്പോ പെണ്ണ് കെട്ടുന്നുമില്ലെന്ന് പറയണം. ഇത് കേട്ട ചന്ദ്രമതി പറഞ്ഞു, നീ എന്ത് വർത്താനം ശ്രീകാന്തെ പറയണേ? നിനക്ക് കല്യാണപ്രായമൊക്കെ ആയി. അതെനിക്കൂടെ തോന്നണ്ടേ? എനിക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലെന്ന് പറയണം. പിന്നെ പ്രായമായില്ല പോലും. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. ഒരു കണക്കിന് ആ അശോകന്റെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം അലസിപ്പോയാൽ നന്നായി. അല്ലെങ്കിൽ ഒന്നുമില്ലാത്തടത്ത് ഒരിടത്തുനിന്ന് കെട്ടിക്കൊണ്ട് വരണ്ട വന്നേനും. ഇതിപ്പോ എന്റെ ഫ്രണ്ടിന്റെ മോളല്ലേ, എന്റെ ഫ്രണ്ട് നല്ല കാശുകാരനാ, അതുകൊണ്ട് കുഴപ്പമില്ല, ഇഷ്ടം പോലെ പണമുണ്ട്. ഇത് കേട്ടോണ്ടാണ് സുധി അങ്ങോട്ട് വരുന്നത്. സുധിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം തന്നെക്കാൾ നല്ലൊരു ബന്ധമാണോ ഇനി ഇവന് കിട്ടാൻ പോകുന്നൊരു ചിന്ത സുധിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അസൂയ ഉണ്ടാക്കുന്നുണ്ട്.
ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, ഇനിയിപ്പോ എത്ര നല്ല ബന്ധമാന്ന് പറഞ്ഞാലും എനിക്ക് കല്യാണം വേണ്ടെന്ന് പറയാം. ചന്ദ്രമതി എന്താ നിന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടതും ശ്രീകാന്ത് ഒന്ന് ഞെട്ടി. എന്റെ മനസ്സിലോ? എന്റെ മനസ്സിൽ അങ്ങനെ ആരും ഇല്ലെന്ന് പറയണം. ശ്രുതി പറഞ്ഞു, പറയാൻ പറ്റില്ലമ്മേ, ഇന്നത്തെ കാലമല്ലേ, ഇവന്റെ മനസ്സിൽ ആര് കണ്ടെന്ന് പറയണം. ഇത് കേട്ടത് സച്ചി പറഞ്ഞു, അത് നിന്നെ പോലല്ല ഇവന്, ഇത് ശ്രീകാന്താന്ന് പറയണം. അത് വല്ലാത്തൊരു അടിയായിപ്പോയി ശ്രുതിക്ക്. ശ്രുതി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ഒരു കാര്യം ഞാൻ എന്താണല്ലോ ഉറപ്പിച്ചു, ഉറപ്പായിട്ടും നിന്റെ കല്യാണം ഉടനെ നടത്തണം. അല്ലെങ്കിൽ മിക്കവാറും നിന്റെ അച്ഛന് എവിടെന്നേലൊക്കെ ഏതേലും ഒന്നിനെയൊക്കെ വിളിച്ചോണ്ട് വരും. അഷ്ടിക്ക് വകയില്ലാത്ത വീട്ടിൽ നിന്ന് നിനക്കൊന്നും കിട്ടാനും പോകുന്നില്ല, അറിയാലോ. അവസാനം എങ്ങനെ നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട വരുമെന്ന് പറയാം. ഇത് കേട്ടതും സച്ചി ചോദിച്ചു, അല്ല അമ്മ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. അമ്മ ആരെ ഉദ്ദേശിച്ച പറഞ്ഞതെന്ന് മനസ്സിലായി. അമ്മേ, പണത്തിലൊന്നും അല്ല കാര്യം എന്ന് പറയാം. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, അത് നീ പറയും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്ന് പറയാണ്. രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രമതി നിന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പണത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ നീ അളക്കരുതെന്ന്. പണം കൊണ്ടല്ല ആകുന്നില്ലെന്ന് പറയാ. ചന്ദ്രമതി പറഞ്ഞു, അതെ എനിക്കിപ്പോ പണമാ പ്രധാനം, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലെന്ന് പറയാണ്. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, എന്താണെങ്കിലും കൊള്ളാം, നല്ല കുടുംബമൊക്കെ തന്നെയാ ഇനി ശ്രീകാന്ത് കെട്ടാൻ പോകുന്ന വീട്ടിലെ. ഇനിയിപ്പം ശ്രുതി കെട്ടിക്കൊണ്ട് വന്ന വീട്ടിലെ ശ്രുതിയുടെ അത്രം വരെ എത്തുന്നില്ലെങ്കിലും അതിന്റെ അടുത്ത് തന്നെ എത്തുമെന്ന് പറയാണ്. ഇത് കേട്ട ശ്രുതി ഓർത്ത്, ദൈവമേ, അപ്പൊ ഇവൻ പണക്കാരന്റെ വീട്ടിൽ നിന്നാണ് കെട്ടാൻ പോകുന്നത്. ഏയ് അതൊരിക്കലും നടക്കരുത്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അല്ലമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ഇവനെങ്ങനെ പെണ്ണു കൊടുക്കണേ? അല്ലെങ്കിൽ ഇവൻ പറയാൻ പാകത്തിന് നല്ലൊരു ജോലിയുണ്ടോ? വെറും ഷെഫല്ലേ? അടുക്കള ജോലി ചെയ്യുന്നവൻ എവിടുന്ന് അമ്മ നല്ല പെണ്ണിനെ ആയാലും കൊടുക്കുമെന്ന് ചോദിക്കുക. ഇത് കേട്ട സച്ചി ചോദിച്ചു, ഓഹോ നീ വലിയ ജോലിക്കാരനാണല്ലോ, വല്ല പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളവന്, എന്നെ കൂടെ ഒന്ന് പറയിക്കരുതെന്ന് പറയാണ്. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, അതിന് ഞാനേ ഷെഫിന്റെ ജോലിയല്ല ചെയ്യുന്നേ, ഞാൻ നല്ല കമ്പനിയിൽ കറങ്ങുന്ന കസാരയിൽ ഇരിക്കുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, കറങ്ങുന്ന കസാര പോയിട്ട് ഒരു കൊരണ്ടിപ്പല പോലും ഇല്ലോടാ നിനക്ക്, എന്നിട്ടാണ് അവന്റെ അഹങ്കാരം. അവന്റെ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോന്ന് നോക്കിയേ. ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കിപ്പോ വിവാഹം വേണമെന്ന് പറയാണ്. ചന്ദ്രമതി പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതേ ഞാനൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു, അത് നടക്കണമെന്ന് പറയണം. ഈ സമയം ശ്രുതി പറഞ്ഞു, അമ്മ വെറുതെ മെനക്കേണ്ട കാര്യമില്ല, ഇവനാരും പെണ്ണൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ഇന്നത്തെ കാലത്ത് ജോലി ഉള്ളവർക്ക് പോലും പെണ്ണെ കൊടുക്കാൻ മടിയാ. അപ്പോഴാണ് വെറും ഷെഫായി ഇവന്. ഇത് കേട്ട് സച്ചിക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല. നീ എന്താടാ വിചാരിച്ചേ, ഷെഫ് എന്ന് പറഞ്ഞാൽ അത്ര കുറഞ്ഞ ജോലിയാണോ? എടാ, ഷെഫും അടുക്കള പണിയുന്നവരും എല്ലാരും നല്ല ജോലി തന്നെയാ ചെയ്യുന്നേ, അറിയാവോ? നിന്നേക്കാളും മഹിമയുള്ള ജോലി അവർ ചെയ്യുന്നേ. ഈ അടുക്കള ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അതൊരു കല തന്നെയാ, നിനക്കറിയാവോ? ഉപ്പ് കൂടിപ്പോയാല്, മുളക് കൂടിപ്പോയാല്, അല്ലെങ്കിൽ പുളി കൂടിപ്പോയാല് ആ കറി അതോടെ വേസ്റ്റ് ആവും, അറിയാവോ? ഒരു കറി ഉണ്ടാക്കാന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നറിയാവോ? അത് കട്ട് ചെയ്യുമ്പോൾ തൊട്ട് അത് അടുപ്പത്ത് വെച്ച് വാങ്ങി വെക്കുന്നോടം വരെ എല്ലാ ചേരുവകളും കൃത്യമായിരിക്കണം. എവിടെയായാലും ഒന്ന് ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കറി മൊത്തത്തോടെ വേസ്റ്റ് ആയി പോകും. അത്ര കൃത്യതയോടെ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അടുക്കള ജോലി. എല്ലാവർക്കും ഒരു പുച്ഛമുണ്ട്, ഓ അടുക്കള ജോലിയല്ലേ, എന്താ അതിലിപ്പോ ഇത്ര കാര്യം ഇരിക്കണേന്നൊക്കെ. പക്ഷെ അടുക്കള ജോലിയാണ് ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞാൽ അത് നിനക്ക് മനസ്സിലാത്തോണ്ടാന്ന് പറയാം. ഇത് കേട്ടതും ചന്ദ്രമതി, ഓഹോ കൊള്ളാലോ, ഇവനങ്ങ് പഠിച്ചോടിച്ച് വലിയ ആളായാലോ. മുല്ലപ്പൂമ്പടി ഏറ്റെടുക്കും കല്ലിനോടൊരു സൗരഭ്യം എന്ന് പറഞ്ഞാലേ. ഭാര്യയുടെ കൂടെ കൂടിയിട്ട് അടുക്കളയെ കുറിച്ചൊക്കെ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നേ. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, നീ പറഞ്ഞ കാര്യം ശരിയാടാ സച്ചി, നീ പറഞ്ഞതിൽ ഒരു തെറ്റും പറയാനില്ലെന്ന് പറയാണ്. ശ്രീകാന്ത് പറഞ്ഞു, ശരിയാ, ഏട്ടൻ പറഞ്ഞ കാര്യം ന്യായം എന്ന് പറയാണ്. ശ്രുതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ സമയം ശ്രീകാന്തിനോടായിട്ട് സച്ചി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ആരെ വേണം കെട്ടുവോ എന്ത് വേണം ചെയ്തോ, പക്ഷേ കാര്യമുണ്ട്, ദേ അച്ഛനെ അനുസരിച്ച് നമ്മളുമായിട്ട് ഒത്തുപോകുന്നൊരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് മതി. കാരണം അച്ഛന് വില കൊടുക്കുന്ന ഒരു വീട്ടിൽ നിന്ന് വേണം നീ വിവാഹം കഴിക്കാനായിട്ട്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അല്ലാത്തൊരു വീട്ടിൽ നിന്ന് വിവാഹബന്ധത്തിന് തയ്യാറാവണ്ടെന്ന് പറയാം. ഇത് വളരെ സച്ചം കൂടെ എഴുന്നേറ്റ് പോയി. ശ്രീകാന്തിന് വല്ലാത്തൊരവസ്ഥയായി പോയി. വർഷമായിട്ടുള്ള ഇഷ്ടം തുറന്നു പറയാനും പറ്റില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ ശ്രീകാന്ത് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.